ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കേണ്ടത് വേറൊരു വിഷയമാണ്. സുല്ലമിയുടെ ബുക്കാണിപ്പം വായിച്ചത്. ഇനി മൗലവി പറയുന്നു ദിക്റ്, അതേ മരിച്ച മയ്യിത്തിന് വേണ്ടി ദുആർക്കണം, പിന്നെ അതെല്ലാം വേണോ. പക്ഷേ ദ്വാർക്കല് കഴിഞ്ഞിട്ട് പൈസ കൂലി വാങ്ങരുത്, ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങരുത്, ദിക്ർ ചൊല്ലിയിട്ട് കൂലി വാങ്ങരുത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് മൗലവിന്റെ വകയിൽ. അതിന്റെ രസം കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞതാ, ഈ കൊയിലാണ്ടി താലൂക്കിൽ ഒരാൾ മരിച്ചു. അയാൾക്ക് ഈ മക്കൾ സുന്നിയുണ്ട്, മുജാഹിദില്ല. ഞാൻ പോയി വെച്ചപ്പോ അയാൾ സുന്നിയാണ്. അങ്ങനെ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് സുന്നി മുസ്ലിയാണ്. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളൊന്നും അടങ്ങി വീട്ടിൽ പോയി. വീട്ടിൽ 2 കുട്ടികൾ ഖുർആൻ ഓതാൻ വേണ്ടി 2 മുതഅല്ലിമീങ്ങളെയും വിളിച്ചിട്ടുണ്ട്. കാരണം വീട്ടുകാരന് ഓരോരുത്തർ കണ്ണോക്കിൽ വരുമ്പോ കൈ കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും അവരിരുത്തുകയും അവർക്ക് വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അത് ഓരോരുത്തർ ഒന്നേരക്ക് മാതിയും പറയണ്ടേ. അപ്പൊ ഖുർആൻ ഓതാനിരുന്നാൽ വീട്ടുകാരന് ഖുർആൻ ഓതാനിരുന്നാൽ അത് കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഓടാൻ വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിന്റെ അടുക്കലൊക്കെ 6-7 ദിവസത്തോളം ഖുർആൻ ഓതിയത് ചരിത്രത്തിൽ ഉണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ഖുർആൻ ഓതാൻ വേണ്ടി 2 മുതഅല്ലിമീങ്ങളെ വിളിച്ചു. അപ്പൊ മൗലവിമാർ, മൂത്ത 2 ജ്യേഷ്ഠന്മാർ മൗലവി പറഞ്ഞു ഇവിടെ ഖുർആൻ ഓതാൻ പറ്റില്ല, ഇവിടെ ഖുർആൻ ഓതാൻ പറ്റില്ല. അപ്പൊ ചെറുപ്പക്കാർ കുട്ടികളും അനുജന്മാര് പറഞ്ഞു ഇവിടെ ഖുർആൻ ഓതും, ബാപ്പന്റെ പേരിൽ ഖുർആൻ ഓതും. അങ്ങനെ പ്രശ്നമായി. ആകെ മുജാഹിദ് വന്നാൽ എവിടെയും മരിച്ച വീട്ടിലും പ്രശ്നം തന്നെയല്ലേ. പള്ളിയിലും പ്രശ്നമോ, നാട്ടിലും പ്രശ്നമോ, മറ്റു വീട്ടിലും പ്രശ്നമോ, എല്ലാ സ്ഥലത്തും പ്രശ്നമല്ലേ. ബാപ്പ മരിച്ചപ്പോ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും തമ്മിൽ പ്രശ്നം. ബഹളായപ്പോ ഇരിക്കുന്ന ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. മുജാഹിദ് ഉണ്ടായാലുണ്ടാകുന്ന ഗതികേടായ പറയും. ഉമ്മ ഇറങ്ങി വന്നു. ഒരു ബാപ്പന്റെ പേരിൽ ഖുർആൻ ഓതി വേറെയൊക്കെ വേണം, ഇവിടെ എങ്ങാരും പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ പിന്നെ മൗലവിമാരടങ്ങി ഖുർആൻ ഓതാൻ മുതഅല്ലിമീങ്ങൾ ഇരിക്കുമ്പോ അത് വേണ്ട, വാടകക്കോടണ്ട പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. വാടകക്ക് ഓടണ്ട, നിങ്ങളെവിടെ ഓടിക്കോ, വാടകക്കോടണ്ട. നിങ്ങൾ നോക്കി ഇവരെ ധിക്കാരം. ധിക്കാരം ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം, പറയാൻ മനസ്സിലാക്കുന്നേ ഉള്ളൂ. വാടകക്കോടണ്ട. പക്ഷേ ഇവര് വിട്ടില്ല, ഓടി. ഇനി ഞാൻ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ. ഈ കല്ലാച്ചിയിൽ ഒരാൾ മറ്റേ വീട്ടിൽ ഖുർആൻ ഓതാൻ നോക്കുമ്പോ ഒരു മുജാഹിദ് കുടുംബത്തിൽ അവന് ഖുർആൻ ഓതണ്ട. അപ്പൊ നമ്മളെ നാട്ടുകാരൻ ഒരു അഹമ്മദാജി എന്താ പോലെ ഖുർആൻ ഓതണ്ടെന്ന് പറയും. അത് ഖുർആൻ ഓതിയിട്ട് മരിച്ചാക്ക് ഫലമില്ല. ഈ അഹമ്മദാജി ചോദിച്ചു, ഓതുന്ന ആൾക്ക് ഫലം കിട്ടൂലേ? ഓതുന്ന ആൾക്ക് ഫലം കിട്ടൂലേ? കിട്ടും. പിന്നെ എന്തിനാ നീ എതിർക്കുന്നു ചോദിച്ചാൽ? ഓതുന്ന ആൾക്ക് ഫലം കിട്ടുമല്ലോ, പിന്നെ എന്തിനാ നീ എതിർക്കുന്നു ചോദിച്ചു. അപ്പൊ പിന്നെ അണ്ടി പോയ അണ്ണാനെ പോലെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇയാളെ കണ്ടോ പറഞ്ഞത് വാടകക്കോതണ്ട. അത് കേട്ടോക്കെ നല്ല രസമില്ലേ, വാടകക്കോതണ്ട. എന്നാ ഞാൻ ചോദിച്ചു, ഈ മൗലവിക്ക് എന്താ ജോലി? അപ്പൊ നോക്കുമ്പോ ഈ മൗലവി വാടകക്ക് നിസ്കരിക്കുന്ന ആളാണ്. ഒരു പള്ളിയിലെ ഇമാമാണ്, ഒരു പള്ളിയിലെ മുജാഹിദ് പള്ളിയിലെ ഇമാമാണ്. അയാൾ മാസത്തിൽ ശമ്പളം വാടക വാങ്ങുന്നത് നിസ്കരിച്ചിട്ടേ. അപ്പൊ നിസ്കരിച്ചിട്ട് ഓരോ മാസത്തിലും നിസ്കാരത്തിന് വാടക വാങ്ങുന്ന മൗലവിയാണ് മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതിയിട്ട് വാടക വാങ്ങണ്ട എന്ന് പറയും. മൗലവി നിസ്കാരത്തിന് വാടക വാങ്ങാമോ? മൗലവിമാര് പറയുന്നു പൈസക്ക് ഖുർആൻ ഓതരുത്, പൈസക്ക് ഖുർആൻ ഓതാന്നുള്ളതിന് തെളിവുണ്ടോ? ഞാൻ ചോദിക്കുന്ന പൈസക്ക് നിസ്കരിക്കാന്നുള്ളതിന് തെളിവുണ്ടോ? മൗലവി, നിങ്ങളെ മൗലവിമാർക്ക് ശമ്പളമില്ലേ? നിസ്കരിച്ചതിന്റെ ശമ്പളമാണ് അള്ളാനോട് വാങ്ങല്ലാതെ, ഇമാമത്തുന്നതിന്റെ കൂലി അള്ളാനോട് വാങ്ങല്ലാതെ, ബാങ്കൊട്ടന്റെ കൂലി അള്ളാനോട് വാങ്ങല്ലാതെ. മുജാഹിദേ, നിങ്ങൾ ഇവിടെ ഇരില്ലേ ഒരു പള്ളി എന്ന പേരിൽ ആളുകളെ പറ്റിക്കാൻ ഒരു കേന്ദ്രം. ഞാൻ ചോദിക്കുന്നു, അവിടെ ബാങ്ക് കൊടുക്കുന്നവർക്ക് ശമ്പളമില്ലേ? റസൂലുള്ള ശമ്പളം പറ്റിയിട്ടുണ്ടോ? സഹാബത്ത് ശമ്പളം പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ നബിയും സഹാബത്തും കൂലിക്ക് ഖുർആൻ ഓതിയിട്ടില്ല എന്നാ അറിയാൻ പിന്നെ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. എന്നാ നിങ്ങളോട് ചോദിക്കുന്നു, നബിയും സഹാബത്തും ശമ്പളത്തിന് ഇമാമത്ത് നിന്നിട്ടുണ്ടോ? ശമ്പളത്തിന് ഖുത്ബ ഓതിയിട്ടുണ്ടോ? ശമ്പളത്തിന് ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അത് ഹലാല്, അതേ നുറുക്ക് ഹലാല്, നുറുക്ക് ഹറാമ്, ചാറ് ഹലാല്. എന്തേ മൗലവിമാരെ, ഇതിന്റെ മറുപടി പറയണം നിങ്ങൾ.